അപ്പൊ AP സമസ്തക്കാര് അവരുടെ യുവജന സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിനും അതുപോലെ തന്നെ അവരുടെ ആളുകൾക്കൊക്കെ സുഹബ എന്ന് പറയുന്ന അഥവാ ആത്മീയമായ സഹവാസം നേടി പുണ്യം നേടുവാനുള്ള ഒരു പ്രത്യേകമായ ജിൽസക്കും മജ്ലിസിനുമൊക്കെ നേതൃത്വം കൊടുക്കുവാൻ കൊണ്ടുവന്നയാളാണ് അമേരിക്കക്കാരനായ യഹ്യ റോഡസ്. ആ വ്യക്തിയെന്ന് നിങ്ങൾക്കൊന്ന് കാണാം. അയാൾ ആ സമ്മേളനത്തിൽ സംസാരിക്കുന്ന ഭാഗം നിങ്ങൾക്കൊന്ന് കാണാം. ഇംഗ്ലീഷിലാണ് അയാൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നാലോ ഇവർ വിളിച്ചു കൊണ്ടുവന്ന ഈ വ്യക്തിത്വമോ, ഈ യഹ്യ റോഡസ്, അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും അമേരിക്കയിലെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇംഗ്ലീഷിലാണ് ഖുത്ബ നിർവഹിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. അദ്ദേഹം അവിടെ നിർവഹിക്കുന്ന ഖുത്ബയുടെ സാമ്പിളൊന്ന് കണ്ടോളൂ നിങ്ങൾ. ഇത് കേൾക്കാൻ നമുക്ക്. അദ്ദേഹം ഇംഗ്ലീഷിൽ അവിടെ ഖുത്ബ നിർവഹിക്കുന്നത്. We do not know what it is that we do where it can bring about Allah Ta'ala's forgiveness, so never should we deem any act insignificant. കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഖുത്ബ നിർവഹിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് അനുവദനീയമാണ്, അത് ഹറാമല്ല എന്ന് വിശ്വസിക്കുന്നയാളാണ്. ഇവരുടെ കണക്കിലോ അയാൾ പക്കാ മുബ്തദിയാണ്, പക്കാ ഹറാം ചെയ്യുന്നയാളാണ്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ ഈ യുവജന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിന്റെ പിറ്റേന്നാണെന്ന് തോന്നുന്നു അവിടെ അലവി സഖാഫി ഒരു ക്ലാസ് എടുക്കുന്നു. അലവി സഖാഫി അവിടെ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അലവി സഖാഫി പറയുന്നത് എന്താണെന്നറിയോ? മൂപ്പര് ബിദഅത്തിന്റെ സാമ്പിളൊക്കെ പറഞ്ഞിട്ട് വളരെ കത്തിക്കയറി സംസാരിക്കുകയാണ്. എന്താ അയാൾ പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. ഇങ്ങനെ പുതിയ കാര്യങ്ങളിൽ നിർബന്ധമായതുണ്ട്, സുന്നത്തായതുമുണ്ട്. അതുപോലെ ഹറാമായതുണ്ട്, കറാഹത്തായതും ഉണ്ട്. ഉദാഹരണം, വെള്ളിയാഴ്ച ജുമുഅയുടെ നിർബന്ധ ഘടകമായ അല്ലെങ്കിൽ ഷർത്തായ ആ ഖുതുബ അത് മലയാളത്തിൽ നിർവഹിക്കുക എന്നത് അത് ഹറാമായ കാര്യമാണ്. കാരണം അത് ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് നമ്മൾ ഉരസി നോക്കുമ്പോൾ പ്രമാണങ്ങളുടെ പിൻബലം ഇല്ല. അത് പുതിയ കാര്യവുമാണ്. അതുകൊണ്ട് അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്, അത് അനാചാരമാണ്, അത് ഇസ്ലാമിൽ ശർഇൽ അത് ബിദ്അത്താണ് എന്നാണ് അതിന് പറയുക. നിർബന്ധമായും നിർവഹിക്കേണ്ടെന്ന ആ ഒരു ജുമാ അത് നഷ്ടപ്പെടുത്തുന്നയാളാകുന്ന മുബ്തദിയെ, പുത്തൻവാദിയെയാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. ആരാ പുത്തൻവാദി? ഇങ്ങനെ ജുമാ നിർവഹിച്ചാൽ അവരുടെ വിധി എന്താണ്? കാന്തപുരം മുസ്ലിയാർ പറയട്ടെ. അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചുകൊണ്ട് ജുമാ നിസ്കരിച്ചാൽ ഖിയാമത്ത് നാൾ വരെ ആ ജുമാ സ്വഹീഹല്ല, അത് ബാത്തിലാണ്, തള്ളപ്പെട്ടതാണ്, കുറ്റകരമാണ്. യാതൊരു സംശയവും ഇല്ല. ആരെങ്കിലും മഞ്ചേരി പോകുമ്പോ ആൾക്കാരെ കയറി കഴിക്കട്ടെ എന്ന് കരുതിപ്പോകണ്ട. നിങ്ങൾക്ക് വേറെ ജുമാ ഇല്ലെങ്കിൽ ഈ പരിഭാഷ ജുമായിൽ കൂടണ്ട. നിങ്ങൾ ജുമാ നിസ്കരിക്കണ്ട. നിസ്കരിച്ചാൽ നിങ്ങൾ കുറ്റക്കാരനായി പോകും. ഒന്നുമില്ലാതെ നിസ്കരിക്കുന്നത് പോലെ, ജനാപത്തോടുകൂടി നിസ്കരിക്കുന്നത് പോലെ തന്നെ കുറ്റമുള്ളതാണ് ഈ പരിഭാഷ ചെയ്യുന്ന ജുമാ എന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കേട്ടല്ലോ എന്താ കാന്തപുരം പറഞ്ഞത്? ജുമാ ഖുത്ബ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചുകൊണ്ട് ജുമാ നിസ്കരിച്ചാൽ കണ്ടോ ഖിയാമത്ത് നാൾ വരെ ആ ജുമാ സഹീഹല്ല.